മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാസേന. ഛത്തീസ്ഗഡിലെ അജുദാബ് മേഖലയിൽ ഏറ്റുമുട്ടലിൽ 2 കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. AK-47 തോക്കും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. അതേസമയം ഒഡീഷയിലെ കോരാപൂട്ട് ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചു. സർക്കാർ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കേഡറുകൾ കീഴടങ്ങിയതോടെയാണ് പ്രഖ്യാപനം. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാർച്ച് അവസാനത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നിന്നും ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായി തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതാണ്. ഇതിപ്പോൾ ഫെബ്രുവരി ആയിരിക്കുന്നു. പല മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകര ശക്തി കേന്ദ്രങ്ങളും ഇപ്പോൾ ഇതാ ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഒഡീഷയിൽ ഈ ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനം ആദ്യം പറയുക. ഒപ്പം ഈ ഛത്തീസ്ഗഡിൽ 2 ഭീകരരെ നമ്മുടെ സുരക്ഷാസേന വധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി. ഗൗതം, ഒന്നുകിൽ കീഴടങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക, അതല്ലെങ്കിൽ അതിശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് രാജ്യത്ത് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാസേന ശക്തമാക്കിയത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് ഈ വർഷം മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. നേരത്തെ 50ഓളം ജില്ലകളെ ബാധിച്ചിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദത്തെ ഇന്ന് വിരലിൽ എണ്ണാവുന്ന ജില്ലകളിലേക്ക്, 8-ൽ താഴെ ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. നേരത്തെ നിരവധി ജില്ലകൾ മാവോയിസ്റ്റ് ഭീകരവാദികൾ അടക്കി ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് കേവലം വിരലിൽ എണ്ണാവുന്ന ജില്ലകളിൽ മാത്രമാണ് മാവോയിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യമുള്ളത്. അതും മുക്തമാക്കിക്കൊണ്ട് ഭാരതത്തെ മാവോയിസ്റ്റ് മുക്ത രാജ്യമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഭാഗമായി സുരക്ഷാസേന അതിശക്തമായ പോരാട്ടം നടക്കുന്നു. ഒഡീഷയിൽ ഈ കോരാപൂട്ട് ജില്ലയിൽ സർക്കാർ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കമാൻഡർമാരുൾപ്പെടെയും ആയുധം താഴെ വെച്ച് കീഴടങ്ങിയതോടുകൂടിയാണ് കോരാപൂട്ട് ജില്ല ഇപ്പോൾ മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഈ മേഖലയിൽ പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമായി എന്നുള്ളത് DIG ഡോക്ടർ കൻവർ വിശാൽ സിംഗ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ തലയ്ക്ക് 5 ലക്ഷം രൂപ വിലയിട്ട മാവോയിസ്റ്റ് കമാൻഡർ മമത പുടിയാമി ഉൾപ്പെടെയുള്ളവരാണ് അവിടെ കീഴടങ്ങിയത്. കൂടാതെ ഛത്തീസ്ഗഡിൽ അബുജുബത്ത് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അവിടെ CRPFന്റെ കോബ്ര യൂണിറ്റും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. അബുജുബത്ത് വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇന്ന് 2 ഭീകരവാദികളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. പ്രദേശത്ത് വൻ സേനാവിന്യാസം നടത്തിക്കൊണ്ടുള്ള പരിശോധന തുടരുകയാണ്. വളരെ കൃത്യമാണ് സുരക്ഷാ സേനയുടെ നിർദ്ദേശങ്ങൾ. ഒന്നുകിൽ ഇപ്പോൾ ഒഡീഷയിൽ സംഭവിച്ചതിന് സമാനമായി ആയുധം വെച്ച് കീഴടങ്ങുക, അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കും. അതല്ലെങ്കിൽ ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സൈനിക നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകുന്നത്. ഛത്തീസ്ഗഡിൽ നമ്മുടെ സുരക്ഷാ സേന ഭീകരരുമായി ഏറ്റുമുട്ടുകയാണ്. 2 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഇതിനകം വധിച്ചു. ഇവരിൽ നിന്ന് വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. അതേസമയം തന്നെ ഒഡീഷയിലെ ഒരു ജില്ല കൂടി ഈ മാവോയിസ്റ്റ് മുക്ത ജില്ലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിഷ്ണുവാണ് വിവരങ്ങളുമായി ചേർന്നത്.